പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് മന്ത്ലി ഒരു 10,000-ന് മേലിൽ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടിലനായിട്ടൊരു സൈറ്റാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് നമുക്കൊരു പ്രൊഫഷണൽ ജോബായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം ഇവർ നമുക്ക് ഫസ്റ്റ് മാസത്തിൻ്റെ ആദ്യ ദിവസം തൊട്ട് 50th 15 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ഏൺ ചെയ്തിരിക്കുന്ന പൈസ എന്ത് ചെയ്യും, വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സാണ്. പേപ്പാലോ ബാങ്ക് ട്രാൻസ്ഫറോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. മാസാദ്യം കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കിതൊരു പ്രൊഫഷണൽ ജോബായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയവും സ്പെൻഡ് ചെയ്യുന്ന ഇതും അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഏണിങ്സ്. അതിപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണം, എത്ര കിട്ടണമെന്നുള്ളത്. ഇതിൽ ഞാൻ പറയുന്ന എല്ലാ സൈറ്റും തന്നെ നമുക്ക് ഫ്രീ ആണ്, ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റോ ഫീസാണെന്ന് പറഞ്ഞ ക്യാഷോ അങ്ങനെ എന്തിൻ്റെ പേരിലെങ്കിലും നിങ്ങൾ ക്യാഷ് നിങ്ങളോട് ചോദിച്ചാൽ അത് സ്പാം ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ക്യാഷ് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി ഗവൺമെൻറ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഫോട്ടോ സ്റ്റഡി എന്ന് പറയുന്ന നല്ലൊരു കിടിലനായിട്ടുള്ള ഒരു സൈറ്റാണ്. സൈറ്റിൻ്റെ പേര് കേട്ടിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോയെ പറ്റി അനലൈസ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ട്യൂറ്ററായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു സൈറ്റിനകത്ത് കുട്ടികൾ, നമ്മുടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് മാത്സിലും സയൻസിലും ഒക്കെ അവർക്കും ഉണ്ടാകുന്ന ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ അവരിവിടെ നമുക്ക് എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. ആ പോസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, മറുപടി കൊടുക്കണം. എന്ന് വെച്ചാൽ അവരെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം. അവർക്കിപ്പോൾ മാത്സിനകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്കത് ക്ലിയർ ആക്കി കൊടുക്കണം. അത്രയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അത് നമ്മൾ വീഡിയോ രൂപത്തിൽ ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ താഴെ പറയുന്നുണ്ട്. അപ്പം ഇവർ പറയുന്നത് മേക്ക് അപ്പ് ടു $1,000 പെർ മന്ത് ആസ് എ ഫോട്ടോ സ്റ്റഡി എക്സ്പെർട്ട്. ഫോട്ടോ സ്റ്റഡി എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾക്ക് എന്ന് വെച്ചാൽ ഇതിൽ നല്ല പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് എത്രയാണ് $1,000 മാസത്തിൽ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. മാസത്തിലാണ് $1,000 എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്, ഒരു 84,000-ന് മേളിൽ വരും ഈ $1,000 എന്ന് പറയുമ്പം. പിന്നെ ബിഗിനേഴ്സായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് $1,000 ഒന്നും പെട്ടെന്ന് കിട്ടത്തില്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇതിൽ നിന്ന് വിഡ്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവർ പറയുന്നു വർക്ക് ഫ്രം എനിവെയർ വിത്ത് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണേലും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഹൗ ടു അപ്ലൈ ബിക്കം എ ഫോട്ടോ സ്റ്റഡി എക്സ്പെർട്ട്. നമ്മൾ ഈ ഒരു എക്സ്പെർട്ടിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണക്ട് വിത്ത് ഫേസ്ബുക്ക്. നമ്മൾ ഫേസ്ബുക്കുമായിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണമെന്ന്. സാധാരണ ഗൂഗിൾ ID വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്യാറ്. പക്ഷേ ഇവരവിടെ പറയുന്നത് ഫേസ്ബുക്ക് ID വെച്ച് വേണം കണക്ട് ചെയ്യാനെന്ന്. അതിനുള്ള റീസണും അവർ പറയുന്നുണ്ട്. ഇവിടുത്തെ താഴോട്ട് വരുമ്പോൾ FA ക്വസ്റ്റ്യനകത്ത് അവർ ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്കിൻ്റെ കാര്യം. വൈ ഡു ഐ ഹാവ് ടു കണക്ട് വിത്ത് മൈ ഫേസ്ബുക്ക്. എന്തിനാണ് നമ്മൾ ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് എഗൈൻസ്റ്റ് സ്പാം അക്കൗണ്ട് വി യൂസ് ഫേസ്ബുക്ക് ആസ് എ ടൂൾസ് ടു വെരിഫൈ യുവർ റിയൽ പേഴ്സൺ. കണ്ടോ, ഫേസ്ബുക്ക് വഴി അവർ ഒരു സ്പാം അല്ല, ഇതൊരു റിയൽ പേഴ്സൺ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ടും ആണ് അവരെന്ത് യൂസ് ചെയ്യുന്നത്, ഫേസ്ബുക്ക് ID യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 ഷോർട്ട് വീഡിയോസ്. നമ്മൾ എന്ത് ചെയ്യണം, 3 ഷോർട്ട് വീഡിയോസ് അവർക്ക് അയച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് കാണിച്ചു കൊണ്ട്, മീൻസ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു 3 ഷോർട്ട് വീഡിയോസ് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോളിസി ആൻഡ് സബ്ജക്റ്റ് ടെസ്റ്റ്. അവർ പറയുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, മാത്സും സയൻസും, അതുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിൽ നമ്മൾ പാസ്സാകണം. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഏണിങ്സ്. ഏണിങ്സ് നമുക്ക് അത് കഴിയുമ്പോൾ തൊട്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ടെസ്റ്റ് ഇല്ലാത്ത ഒരു സൈറ്റും ഇല്ല. കാരണം ജെന്യുവിനായിട്ടുള്ള എല്ലാ സൈറ്റിലും എന്തുണ്ടാവും, ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡെമോ കാണിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കാണും. അതൊക്കെ ജെന്യുവിനായിട്ടുള്ളൊരു സൈറ്റിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ടെസ്റ്റ് ഇല്ലാത്ത വെബ്സൈറ്റ് ഒന്നുമില്ല. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. കാരണം മാത്സ് സയൻസും ഒക്കെ അല്ലേ, നമ്മൾ 1 തൊട്ട് 10 വരെയൊക്കെ പഠിച്ചതും +2 +1 പഠിച്ചതൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് അതോർത്ത് പേടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയാൽ കിട്ടട്ടെന്നും പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ അപ്ലൈ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിത് ഇവിടെ നമ്മുടെ ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ക്രിയേറ്റ് ആസ് എ സിനി എന്നുള്ളത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആകുമ്പോൾ നിങ്ങളുടെ പേരിലായിരിക്കും വരിക. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. കണ്ടോ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇതുപോലെ തന്നെ ഇങ്ങനെ നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്താണ് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റിനെ പറ്റി, ഹൗ മച്ച് വിൽ ബി പെയ്ഡ്, എത്ര രൂപ പേയ്മെൻറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അവർ എക്സ്പെർട്ട് ക്യാൻ ഏൺ ബിറ്റ്വീൻ $2 and $10 per hours ഡിപ്പെൻഡിങ് ആൻഡ് പ്രോബ്ലം വാല്യൂ. കണ്ട, അപ്പോൾ എത്ര രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും? നമുക്ക് 1 മണിക്കൂറിൽ $2 തൊട്ട് $10 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ് ആ എമൗണ്ട് എങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് നമുക്ക് എങ്ങനെ കിട്ടും, എപ്പോഴൊക്കെയാണെന്നാണ് പറയുന്നത്. ഓൺ ദ 1st and 5th കലണ്ടർ ഡേ ഓഫ് ദ ഈച്ച് മന്ത്, എല്ലാ മാസത്തിലും 1-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് പേയ്മെൻറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ യുവർ ഏണിങ്സ് ഇൻ $US to your payment account for the credits you were earned during the pay period. കണ്ട, അപ്പോൾ 1-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെ എല്ലാ മാസവും കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പേപ്പാൽ അക്കൗണ്ടിൻ്റെ ഇമെയിൽ ID കൊടുത്തിരിക്കുന്നെങ്കിൽ അതിലേക്ക് വരും. അതല്ല നമ്മൾ ഗിഫ്റ്റ് കാർഡ് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നെങ്കിൽ അങ്ങനെ വരും. കൃത്യമായിട്ട് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പേപ്പാലിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് 1-ാം തീയതി തൊട്ട് 15-ാം തീയതി ദിവസം അവർ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് എന്താണ്, നിങ്ങൾക്ക് ഫോട്ടോ സ്റ്റഡി എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന സൈറ്റാണ്. അതല്ലാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സൈറ്റിലേക്ക് എത്താവുന്നതാണ്. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.